ഗവർണർ അദീബിനു അർത്തായിൻ്റെ കത്ത് വായിക്കുകയാണ് ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഗവർണറുടെ ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള പരാതിയാണ് കത്തിൽ. കത്ത് ഇങ്ങനെ വായിക്കാം. അമീർ, ഇവിടെ എൻ്റെ ഉദ്യോഗസ്ഥരിൽ ചിലർ പൊതുസ്വത്ത് വൻതോതിൽ കൈയടക്കുന്നു. അതവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങണമെങ്കിൽ ചില ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതായി വരും. അമീർ അനുമതി തന്നാൽ ഞാനത് ചെയ്യും. ഖലീഫ വൈകാതെ മറുപടി എഴുതി. അർത്താഴ്, താങ്കളുടെ കത്ത് വായിച്ച് അത്ഭുതം തോന്നി. മറ്റൊന്നുമല്ല, ആളുകളെ ശിക്ഷിക്കാനാണല്ലോ താങ്കൾ എൻ്റെ അനുമതി തേടുന്നത്. താങ്കൾക്ക് ഞാനൊരു പരിചയമാണെന്ന പോലെയാണ് ചോദ്യം. എൻ്റെ അനുമതി പ്രകാരം താങ്കൾ നിലപാടെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് താങ്കൾക്ക് രക്ഷപ്പെടാലോ എന്നാണ് വിചാരം. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കളുടെ കയ്യിൽ മതിയായ തെളിവുകൾ വേണം. അതുണ്ടെങ്കിൽ കോടതിയിൽ പോകാം. അവർ തെറ്റ് സമ്മതിച്ചാൽ സ്വത്ത് പിടിച്ചെടുത്ത് അവകാശികൾക്ക് നൽകാം. നിഷേധിച്ചാൽ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യിക്കുക, എന്നിട്ട് അവൻ്റെ പാട്ടിന് വിടുക. അവർ സ്വന്തം വഞ്ചനയുമായി അള്ളാഹുവിനെ സന്ധിക്കുന്നതാണ്. അതാണ് അവരെ കൊല്ലുന്നതിനേക്കാൾ നല്ലത്. അദർബൈജാനിൽ നിന്നുള്ള ഒരു പൗരൻ ഒരിക്കൽ ഖലീഫയെ കാണാനെത്തി. അയാൾക്കൊരു പരാതി പറയാനുണ്ടായിരുന്നു. അവിടുത്തെ ഗവർണർ ഇദ്ദേഹത്തിൻ്റെ 12,000 ദിർഹം അന്യായമായി പിടിച്ചു വെച്ചിട്ട് ഇരിക്കുകയാണ്. ആ പരാതി പറയും മുമ്പ് അയാൾ ഖലീഫയെ പരലോകം ഓർമ്മിപ്പിച്ചു. അതോടെ ഖലീഫ പൊട്ടി കരഞ്ഞു. ഇനിയും ഓർമ്മിപ്പിക്കൂ സുഹൃത്തെ എന്നായി ഖലീഫ. അദ്ദേഹം സ്വയം ശുദ്ധിയാവുകയായിരുന്നു. പരാതി കേട്ട ഉടൻ ഖലീഫ ഇദ്ദേഹത്തിന്റെ പരാതിയിൽ സത്വര നടപടിയെടുക്കാൻ ഉത്തരവിട്ടു. ഖുറാസാനിലെ ഗവർണറായിരുന്ന യസീദ് ബിൻ മിഹ്ലബ് അദ്ദേഹത്തിന്റെ കയ്യിൽ മുൻ ഖലീഫ സുലൈമാൻ പതിച്ചു കൊടുത്ത രാഷ്ട്രസമ്പത്തുണ്ടായിരുന്നു. വ്യാജ പ്രമാണങ്ങൾ ഉണ്ടാക്കിയായിരുന്നു ഇത് പതിച്ചെടുക്കൊടുത്തത്. ഖലീഫ ഇദ്ദേഹത്തെ വിചാരണ ചെയ്തു. യഥാർത്ഥ അവകാശികൾക്ക് സ്വത്ത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. അയാളത് തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഖുറാസാനിൽ പുതിയ ഗവർണർ വന്നു, ജറാഹ് ബിൻ അബ്ദുള്ള. യസീദ് ജയിലിൽ കഴിയുന്ന സമയം മകൻ മിഖ്ലബ് ശിപാർശക്ക് വന്നു. അമീർ, അങ്ങയുടെ അധികാരം ഈ രാജ്യത്തിന് അന്തസ്സാണ്. പക്ഷേ ഞങ്ങളുടെ കാര്യം പരാജയമാണ്. എന്തിനാണ് വയോധികനായ ഞങ്ങളുടെ ഉപ്പയെ അങ്ങ് തടവിലിട്ടിരിക്കുന്നത്? ഒരു രജ്ഞിപ്പിലായിക്കൂടെ? സന്ധിയോ രജ്ഞിപ്പോ ഇക്കാര്യത്തിലില്ല. പിടിച്ചെടുത്ത സ്വത്ത് ഖജനാവിലേക്ക് കൂട്ടലാണ് അന്തിമ പരിഹാരം. അവകാശികളെ തള്ളി എന്ത് രജ്ഞിപ്പ്? ഖലീഫ മറുപടി പറഞ്ഞു. തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജയിലിൽ വെച്ചോളൂ. തെളിവില്ലെങ്കിൽ സത്യം ചെയ്യിച്ച് അദ്ദേഹത്തെ വിട്ടയക്കൂ, മകൻ പറഞ്ഞു. ഇല്ല മോനെ, ഒരു രക്ഷയുമില്ല. പിടിച്ചെടുത്തത് തിരിച്ചെത്തണം ഖജനാവിലേക്ക്, ഖലീഫ ഷടിച്ചു. മിഖ്ലബ് പിന്നെ അവിടെ നിന്നില്ല, ഇറങ്ങി നടന്നു. അധികം കഴിയുന്നതിന് മുമ്പ് ആ കുട്ടി മരിച്ച വാർത്തയാണ് ഖലീഫക്ക് കേൾക്കാൻ കഴിഞ്ഞത്. മരണവാർത്ത അറിഞ്ഞപ്പോൾ ഖലീഫ സങ്കടപ്പെട്ടു. എന്തായാലും ബാപ്പയേക്കാൾ നല്ല മകനായിരുന്നു അവൻ. ജയിലിൽ ഏറെക്കാലം കഴിഞ്ഞിട്ടും ആ പിതാവ് അദ്ദേഹത്തിന് ഒരു മനപരിവർത്തനവും ഇല്ലായിരുന്നു. ഒടുവിൽ ദഹ്ലക്കി എന്ന പ്രദേശത്തേക്ക് അദ്ദേഹത്തെ നാടുകടത്തി. മാറ്റമില്ലാതെ അയാളെ തിരിച്ചു ജയിലിലേക്ക് തന്നെ മാറ്റി. പിൽക്കാലത്ത് ഖലീഫ രോഗിയായ ഒരു സന്ദർഭത്തിൽ യസീദ് ജയിൽ ചാടി. ജയിൽ ചാടും മുമ്പ് അദ്ദേഹം ഖലീഫക്ക് എഴുതി വെച്ച കത്ത് ഇങ്ങനെയാണ്: താങ്കൾ ഇപ്പോൾ രോഗിയാണ്. ഇനി ഒരു ജീവിതത്തിലേക്ക് താങ്കൾക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ല. താങ്കൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എനിക്ക് ജയിലിൽ ചാടേണ്ട കാര്യമില്ല. താങ്കൾക്ക് ശേഷം ഭരണാധികാരിയായേക്കാവുന്ന യസീദ് അബ്ദുൽ മലിക് എന്നെ കൊല്ലുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു. അയാളുടെ ഭാര്യ കുടുംബത്തെ, അഥവാ ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫിയുടെ വീട്ടുകാരെ ഞാൻ ഇറാഖ് ഗവർണറായിരിക്കുമ്പോൾ ശിക്ഷിച്ചിരുന്നു. യസീദ് ജയിൽ ചാടിയതറിഞ്ഞപ്പോൾ ഖലീഫയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അള്ളാഹുവേ, ഇനിയും അയാൾ ഈ സമുദായത്തിന് ദ്രോഹമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സമുദായത്തെ നീ രക്ഷപ്പെടുത്തണേ നാഥ. എല്ലാ കുതന്ത്രങ്ങളും അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്കു തന്നെ തിരിച്ചുവിടണേ നാഥ. മുൻ ഭരണാധികാരി സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലത്തെ ഒരു സംഭവം പറയാം. മുസ്ലിം സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളിൽ ഒന്നാണ് ഖവാരിജുകൾ എന്ന ഹറൂറികൾ. ഖലീഫക്ക് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഭരണാധികാരി സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിന് ഇവരെ കൊന്നൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിന്റെ ഉപദേശകനായ ഉമർ ബിൻ അബ്ദുൽ അസീസിന് ഇത് സമ്മതമല്ലായിരുന്നു. അതിനിടെയായിരുന്നു ഒരിക്കൽ ഒരു ഹറൂറിയെ പിടിച്ച് സുലൈമാന്റെ മുമ്പിൽ ഹാജരാക്കിയത്. എന്തോ ചെറിയ കുഴപ്പമുണ്ടാക്കിയതാണ്.
ഒടുവിൽ ഭരണാധികാരികൾക്കെതിരെ ഉള്ളിൽ കുഴപ്പങ്ങൾ കുത്തിപ്പൊക്കി പെരിപ്പിച്ച് പിന്നീട് അത് വലിയൊരു ഭരണവിരുദ്ധ മുന്നണിയാക്കി മാറ്റി അട്ടിമറി സൃഷ്ടിക്കുന്നതിൽ പൊതുവെ ഹറൂറികൾ മൂപ്പന്മാരാണ്. പ്രസ്ഥാനത്തിന്റെ ഒരു സജീവ പ്രവർത്തനമാണ് പിടിക്കപ്പെട്ട ആള്. ഖലീഫ സുലൈമാൻ അദ്ദേഹത്തെ ഒന്ന് തുറിച്ചു നോക്കിയിട്ട് ചോദിച്ചു, എന്താടോ നിനക്ക് പറയാനുള്ളത്? വാളൊരുക്കി വെച്ച് അധികാരത്തിന്റെ സർവ്വപ്രതാപങ്ങളുമായി ചുറ്റുഭാഗവും അംഗരക്ഷകരുമായി ഇരിക്കുന്ന ഭരണാധികാരിക്ക് ആരെയും കൂസാതെ ചോദിക്കാമല്ലോ ഇതൊക്കെ. പക്ഷേ ഹറൂറിയും നിസ്സാരക്കാരനായിരുന്നില്ല. അയാൾ അതിരൂക്ഷമായ മറുപടി തന്നെ കൊടുത്തു. തമ്മാടിയുടെ മകൻ തമ്മാടി, ഞാനെന്താ മറുപടി പറയേണ്ടത്? ഖലീഫക്ക് അത് കേട്ടപ്പോൾ കോപം പതഞ്ഞു പൊങ്ങി. അയാൾ അവനെ എന്തും ചെയ്യുമെന്ന നിലയിലായി. പക്ഷേ ഇങ്ങനെ ആളുകളെ കൊന്നെടുക്കുന്നതിന് വിലക്ക് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ ഈ കൊട്ടാരത്തിൽ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഇവന്റെ ഈ തെറിയൊക്കെ ഒന്ന് കേൾപ്പിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് വേണം ഇയാളെ കൊല്ലാൻ. സുലൈമാൻ ഉമറിനെ വിളിച്ചു വരുത്തി. ഹരൂറി പറഞ്ഞത് അദ്ദേഹത്തോട് വീണ്ടും പറയാൻ പറഞ്ഞു. ഹരൂറി നിസ്സങ്കോചം നേരത്തെ പറഞ്ഞത് അതേപടി വീണ്ടും ആവർത്തിച്ചു. സുലൈമാൻ ഉമറിനോട് ചോദിച്ചു, പറയൂ ഉമർ, ഇവനെ ഇനി എന്ത് ചെയ്യണം? ഉമർ ഒന്നും വേണ്ടിയില്ല. ഖലീഫ പിന്നെയും ചോദിച്ചു, എനിക്ക് ഇതിന്റെ അഭിപ്രായം കിട്ടണം ഉമർ, പറയൂ ഇവനെ എന്തു ചെയ്യണം? എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഉമർ പറഞ്ഞു. സമാനമായ ഒരു പ്രയോഗം താങ്കളും നടത്തുക, അതാണ് അതിന്റെ പ്രതികാരം. തെറി പറഞ്ഞവന് ഒന്നുകിൽ മാപ്പ് നൽകണം, അല്ലെങ്കിൽ മറുപക്ഷത്തുള്ളയാൾ പറഞ്ഞതിനേക്കാൾ ഏറുകയോ കുറയുകയോ ചെയ്യാതെ ഒരു വാക്ക് പറയാം. ഇതാണ് ഇസ്ലാമിന്റെ വിധി നിയമം. അതാണ് ഉമർ അവിടെ വ്യക്തമാക്കി പറഞ്ഞത്. അതൊന്നും ന്യായമല്ല ഉമർ, ഇവന്റെ പിരടി വെട്ടണം. ഇതായിരുന്നു രാജകൽപ്പന. കൽപ്പന നടപ്പിലായി. തലവെട്ടുന്ന ആരാച്ചാറിന്റെ പണി ഖാലിദിനായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നീടൊരിക്കൽ വഴിയിൽ വെച്ച് ഖാലിദ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കണ്ടു. അപ്പോൾ ഖാലിദ് ഈ കൊട്ടാര രംഗം ഉമറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് താങ്കൾ അമീറുൽ മുഅ്മിനോട് പകരം ചീത്ത പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ന്യായമായും കരുതി ദേഷ്യം പിടിച്ച് താങ്കളുടെ പിരടി വെട്ടാൻ ഖലീഫ ഉത്തരവിടുമോ എന്ന്. അപ്പോൾ ഉമർ ഇദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ താങ്കൾ എൻ്റെ പിരടി വെട്ടുമായിരുന്നോ? വല്ലാഹി ഞാൻ അത് ചെയ്യുമായിരുന്നു. ഖാലിദിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. പിന്നീട് ഖിലാഫത്ത് പദവി ഉമർ ഇബ്നു അബ്ദുൽ അസീസിലെത്തി. അദ്ദേഹം അധികാരിയായി, ഖലീഫയായി. ഖാലിദ് ആ പഴയ ആരാച്ചാർ സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അന്നൊരിക്കൽ ഉമർ ഖാലിദിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖാലിദ്, താങ്കൾ ആ വാൾ ഇനി താഴെ വെക്കുക. ഇനി നിങ്ങൾ ആ ജോലിയിൽ തുടരേണ്ട. എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഞാൻ ഖാലിദിനെ തരം താഴ്ത്തിയിരിക്കുന്നു. നീ ഇനി അവനെ ഉയർത്തരുതേ. സത്യസന്ധതയില്ലായ്മയായിരുന്നു കാരണം. ഖാലിദിനെ പിരിച്ചുവിടാൻ കാരണം സത്യസന്ധത അദ്ദേഹത്തിനില്ലായിരുന്നു. ആരാച്ചാർ തെറ്റിനെ തെറ്റായി കാണുന്നയാളാവണം. തിരുത്തേനെടുത്ത് തിരുത്താൻ ധൈര്യപ്പെടണം. വെറുമൊരു പാർശ്വവർത്തിയാവാൻ പറ്റില്ല. മേലുദ്യോഗസ്ഥൻ പറയുന്ന എന്തും കേൾക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് കീഴുദ്യോഗസ്ഥൻ മാറാൻ പാടില്ല. അയാളും ഒരു മനുഷ്യനാണ്, റോബോട്ടാവാൻ പാടില്ല. അയാൾക്കും കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവനായിരിക്കണം. നീതിയും സത്യവും ചിന്തിക്കുന്നവനായിരിക്കണം. ഈ നിലപാടായിരുന്നു ഖലീഫക്ക്. മറ്റൊരു ആരാച്ചാർക്ക് വേണ്ടി ഖലീഫ തന്റെ ഗാർഡുകളിൽ പരതി അംർ ഇബ്നു മുഹാജിറുൽ അൻസ്വാരിയെ കണ്ടെത്തി. അകത്തേക്ക് വിളിച്ചു ഇങ്ങനെ പറഞ്ഞു, അംറേ, താങ്കൾക്കറിയാമല്ലോ, ഞാനും താങ്കളും തമ്മിൽ ഇസ്ലാമിക ബന്ധമല്ലാതെ മറ്റൊരു ബന്ധമില്ല. താങ്കൾ കുറേയധികം ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി താങ്കൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതും ചിട്ടയൊത്ത നിസ്കാരം. പുറമേ താങ്കൾ അൻസ്വാരിയാണ്. അതുകൊണ്ട് ഈ ഖഡ്ഗം പിടിക്കുക. ശിക്ഷ നടപ്പിലാക്കാനുള്ള പുതിയ ഗാർഡായി താങ്കളെ നാം നിയമിച്ചിരിക്കുന്നു. അധികാരത്തിന്റെ താക്കോൽ കൂട്ടങ്ങൾ കയ്യിലുണ്ടായിരിക്കെ തന്നെ ദുനിയാവിനെ ത്യജിക്കുകയായിരുന്നു ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. റജാ ഇബ്നു ഹൈവ ഒരിക്കൽ ഖലീഫക്ക് ഒരു പുതുവസ്ത്രം വാങ്ങിക്കൊണ്ടുവന്നു. വില 6 ദിർഹം. ഒരു സാധാരണക്കാരൻ ധരിക്കുന്നതിന്റെ ഏറ്റവും താണ തുണി. അത് കയ്യിൽ പിടിച്ചിട്ട് ഖലീഫ റജായിനോട് പറഞ്ഞു, ഈ ഷർട്ട് എനിക്കിഷ്ടമായി, പക്ഷേ വല്ലാത്ത മിനുസമാണ്, നല്ല വിലയും കാണും. ഇത് കേട്ട് റജാവ് പൊട്ടിക്കരഞ്ഞു. ഖലീഫ അന്തം വിട്ടു. എന്തിനായിരിക്കും ഇദ്ദേഹം കരയുന്നത്? ഖലീഫ അത് ചോദിച്ചു. അപ്പോൾ റജാവ് പറഞ്ഞു, അങ്ങയുടെ മാറ്റമോർത്ത് തന്നെയാണ് ഞാൻ കരയുന്നത്. അങ്ങ് ഒരു പ്രവിശ്യ ഗവർണറായിരുന്ന കാലം എനിക്കറിയാം. അന്ന് ഞാൻ 600 ദിർഹം കൊടുത്ത് മുന്തിയ ഒരു ഷർട്ടുമായി വന്നു. അന്ന് അത് തൊട്ടു നോക്കിയിട്ട് താങ്കൾ പറഞ്ഞത് എനിക്കിത് ഇഷ്ടമായില്ല,
വല്ലാതെ പരുക്കനായി പോയി എന്നായിരുന്നു. ഇന്ന് 6 ദിർഹമിന്റെ ഒരു ഷർട്ട് സ്പർശിച്ചിട്ട് അങ്ങ് പറയുന്നു ഇത് വല്ലാതെ മിനുസമായി എന്ന്. ഇന്നാണെങ്കിലോ എത്രയോ ഗവർണർമാരുടെ മീതെ അങ്ങ് ഈ രാജ്യത്തിന്റെ ഖലീഫയായിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഖലീഫ പറഞ്ഞു, റജാ, അക്കാലത്ത് എനിക്ക് ചില മോഹങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത്, അബ്ദുൽ മലിക്കിന്റെ അതിസുന്ദരിയായ മകൾ ഫാത്തിമയെ വിവാഹം കഴിക്കാൻ വിചാരിച്ചു. അതെനിക്ക് സാധിച്ചു. മറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നത് ഗവർണർ ആകാനായിരുന്നു. അതും കൈവന്നു. പിന്നീട് ഞാൻ ഖലീഫയായി. ഇനി എനിക്ക് ഒരേ ഒരു ആഗ്രഹമാണുള്ളത്, അത് സ്വർഗമാണ്. അതെത്തിപ്പിടിക്കാനുള്ള പരക്കം പാച്ചിലാണ് റജാഅ ഞാൻ. അല്ലാതെ മുന്തിയ തരം തുണിത്തരം അണിഞ്ഞ് ചമഞ്ഞൊരുങ്ങാൻ ഇപ്പോൾ ആഗ്രഹമില്ല. അപ്പോൾ എനിക്ക് ഈ 6 ദിർഹമിന്റെ കുപ്പായം ഒരധിക പറ്റാകുന്നു റജാഅ.